ഇവർക്കും ക്രിസ്തുനാമത്തിൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ 3 വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ്. അതിലാദ്യത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. 2 കൊറിന്ത്യസ് 1:20 ഇപ്രകാരം പറയുന്നു, കർത്താവിൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ക്രിസ്തു യെസ് എന്നാകുന്നു. പ്രിയരെ, ഈ ബൈബിൾ മുഴുവനും ക്രിസ്തുവിൻ്റെ വാഗ്ദത്തങ്ങളാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. നാം ഇതനുസരിക്കാൻ റെഡിയായാൽ അവിടുന്ന് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകും. അതാണ് ക്രിസ്തുവിൽ യെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2:38 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും അവനവൻ്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 2:39 ഇപ്രകാരം പറയുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. ലൂക്ക 24:49 ഇപ്രകാരം പറയുന്നു, എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, ആയാൽ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നിങ്ങൾ ഇവിടെ തന്നെ പാർപ്പിൻ. ഹല്ലേലൂയ. പ്രിയരെ, അനാദികാലം മുതൽക്ക് മുമ്പ് തന്നെ പിതാവായ ദൈവം നിശ്ചയിച്ചുറപ്പിച്ചതാണ് പരിശുദ്ധാത്മാവിനെ തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുക എന്നത്. ആയാൽ പ്രിയരെ, ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട്, രക്ഷകനെ സ്വീകരിച്ചുകൊണ്ട്, നാഥനെ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് അനാദികാലം മുതൽക്കേ നിശ്ചയിച്ചുറപ്പിച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാം. അത് നമ്മൾ പ്രാപിക്കുന്നതിലൂടെ നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കുന്നു. അത് ആരൊക്കെ ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനെ സ്വീകരിക്കുന്നു അവർക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കർത്താവേ, അവിടെ നൽകിയ കൃപയ്ക്കായി വചനത്തിനായി സ്തോത്രമപ്പ. അവിടുത്തെ പുത്രനായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. അതിലേക്ക് വിളിച്ച കൃപയ്ക്കായി കർത്താവേ സ്തോത്രം.